നമസ്കാരം. ആയുർവേദ ചികിത്സയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു പ്രഥമ സ്ഥാനം തന്നെ കൊടുത്തിട്ടുള്ള ഒന്നാണ് എള്ള് അല്ലെങ്കിൽ സെസേം സീഡ് എന്നുള്ളത്. ഇതിൽ കറുത്ത എള്ളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിനൊരു കാരണമുണ്ട്. കൃഷ്ണശ്വേതമസ്തേഷു ശുക്രലോ മധ്യമസിതഃ അന്യഹീനതര പ്രോക്താസ്തജ്ഞൈ രക്താദയസ്ഥില എന്നുള്ളത് ഈ ഒരു എള്ളിൻ്റെ വെറൈറ്റിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിൽ എപ്പോഴും തന്നെ ഇതിൽ കാൽസ്യം കൂടുതലൊക്കെ അടങ്ങിയിട്ടുള്ളത് കറുത്ത എള്ളിലായതുകൊണ്ട് അതിന് തന്നെയാണ് പ്രാധാന്യം കൂടുതലുള്ളത്. ഇനി വെള്ള എള്ളാണെങ്കിലും വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഇതിൽ കോപ്പറിൻ്റെ അളവ് കുറവാണ് എന്നുള്ളത് കൊണ്ടും അതുപോലെ തന്നെ ഇൻഫീരിയർ ക്വാളിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലൊരു ചുമന്ന ബ്രൗൺ കളർ എള്ള് വരുന്നുണ്ടല്ലോ അതിന്. അപ്പോൾ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നല്ലത് കറുത്ത എള്ളാണ്. ഇനി ഈ എള്ളിൻ്റെ ഗുണങ്ങൾ പറയുമ്പോൾ ആരോഗ്യപരമായിട്ടും അതുപോലെ മുടി അഴകിനും ശരീരകാന്തിക്കും ഇമ്മ്യൂണിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടും കുഞ്ഞുങ്ങളിൽ ഓർമ്മശക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഇനി അതൊന്നുമല്ല ഒരു ഏജ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സന്ധിവേദന പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, അതിനൊക്കെ തന്നെ വളരെ നല്ലൊരു മാർഗമാണ് കേട്ടോ ഇത്. ഇത് മാത്രമല്ല സ്കിന്നിൽ നമുക്ക് ഡ്രൈ സ്കിൻ അനുഭവിക്കുന്നവർക്ക് മറ്റുള്ള റെമഡീസ് ഒന്നും തന്നെ ഫോളോ ചെയ്തിട്ട് മാറ്റമൊന്നും ഇല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ഇത്. ഇത് കുറച്ച് നാൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് എള്ള് കഴിച്ചാൽ ഒരു 2 സ്പൂണിൽ കൂടുതലൊന്നും കഴിക്കരുത്. എപ്പോഴും ഇത് അമിതമായി കഴിഞ്ഞാലും ചില പ്രശ്നങ്ങളുണ്ട്. ടാനിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് പരിധിയിൽ കൂടുതൽ കഴിച്ചാൽ തലവേദന ബുദ്ധിമുട്ടുകളും അതുപോലെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഫൈബർ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഡൈജഷനൊക്കെ ഇത് ഈസി ആക്കുന്നുണ്ട്. എന്നാൽ ഇത് അധികമായാലും ആപത്താണ്. അപ്പം എള്ളോളമല്ല കേട്ടോ എള്ളിൻ്റെ ഗുണങ്ങൾ ഒരുപാടേറെയുണ്ട്. അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഇതാണ്. സന്ധിവേദന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അമിതമായിട്ട് മുടി കൊഴിഞ്ഞു പോകുന്നോ, മുടിക്ക് ഒട്ടും ഒരു ഹെൽത്തി ആയിട്ടുള്ള കേശം അല്ല എന്നുണ്ടെങ്കിലും കേശ സംരക്ഷണത്തിൽ മുന്നിട്ട് നിൽക്കുന്നതാണ്. അതിപ്പം സ്ത്രീകളാണെങ്കിൽ എള്ള് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് പലവിധ കാര്യങ്ങൾക്ക്. അത് ശരിയായിട്ടുള്ള രീതിയിലുള്ള മെൻസ്ട്രൽ സൈക്കിൾ അല്ല എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എള്ളിനെ ആശ്രയിക്കാം. അതുകൊണ്ട് തന്നെ പല്ല് പൊടിഞ്ഞു പോകുന്നത്, നഖം പൊടിഞ്ഞു പോകുന്നവർ, അങ്ങനെ കാൽസ്യക്കുറവുള്ള പ്രശ്നങ്ങൾ, വൈറ്റമിൻ ഡി കുറവായിട്ടുള്ളവർ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഉപയോഗപ്പെടുത്താം. സിങ്കൊക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ടും ഒമേഗ 3 അടങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ടും ഒക്കെ തന്നെ നമുക്ക് മുടി സംരക്ഷണത്തിൽ വളരെ മികച്ചതാണ് എന്ന് വേണം പറയാൻ. അപ്പോൾ ഇത് കഴിക്കേണ്ടത് എങ്ങനെ എന്നുള്ള സംശയം വരും. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്ക് അല്പം വറുത്ത് പൊടിച്ച് വെച്ചിട്ട് അത് ശർക്കര ചേർത്തിട്ടും കൊടുക്കാം. അതല്ലെങ്കിൽ പാലിൽ, കാച്ചിയ പാലിൽ ചൂടോടെ ഇട്ട് അതുപോലെ കുടിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ തന്നെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഫോളോ ചെയ്യാൻ പറ്റും. അതുപോലെ പാൽ കിട്ടുന്ന അമ്മമാരാണെങ്കിൽ മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗപ്പെടുത്താം. ത്വച്യ ബല്യ കേശ ഗുണങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് സ്കിന്നിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. 55% എണ്ണയും 20% പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് എള്ള്. അതുകൊണ്ട് തന്നെ ഈ എള്ളെണ്ണ ഇതിലേറെ ഗുണങ്ങളുള്ളതാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എള്ള് നമ്മൾ ചില സമയങ്ങളിൽ മോണരോഗങ്ങൾ അല്ലെങ്കിൽ പല്ല് വേദന പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ എള്ളെണ്ണ നമ്മൾ എടുക്കാറുണ്ട്. അത് ഓയിൽ പുള്ളിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു ഓപ്ഷനാണ്. അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഗമ്മൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി പ്രശ്നങ്ങൾ ഉള്ളവർക്കാണെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അല്ലെങ്കിൽ എള്ള് കുതിർത്ത്, പ്രമേഹ രോഗികളാണെങ്കിൽ അത് കുതിർത്തിട്ടിട്ട് 1 സ്പൂണൊക്കെ കുതിർത്തിടാം. എന്നിട്ട് അത് ചവച്ചരച്ച് കഴിക്കുന്നത് നല്ലതാണ്. അത് പല്ലിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്, പ്രമേഹ രോഗസാധ്യത കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. ഇനി അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കാനായാലും ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലുള്ളവർക്ക്, അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അറിയാലോ LDL കൊളസ്ട്രോൾ കൂടുതൽ, ട്രൈഗ്ലിസറൈഡ് കൂടുതൽ എന്നൊക്കെ കാണാറില്ലേ, അങ്ങനെയുള്ളവർക്കും കൂടെ നല്ലൊരു ഓപ്ഷനാണ് ഈ എള്ള് ഉപയോഗിക്കുന്നത്. മഗ്നീഷ്യം ധാരാളമായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓർമ്മശക്തിക്ക് നല്ലതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കൊടുത്ത് ശീലിക്കുകയാണെങ്കിൽ എള്ളുണ്ട രൂപത്തിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ആ രീതിയിലൊക്കെ കഴിക്കാവുന്നതുമാണ്. ഇനി എള്ളുണ്ട തന്നെയല്ല, എള്ളിൻ്റെ ഒരു മരുന്ന് തന്നെയുണ്ട് എള്ള് ഉപയോഗിച്ച് തയ്യാറാക്കുന്നത്. അതൊക്കെ നമുക്ക് ഇതുപോലുള്ള സന്ധിവേദന പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ നല്ലതാണ്. മറ്റൊന്നുമല്ല, ശർക്കരയും ഈ തേങ്ങയും
ചിരവിയ തേങ്ങയും അവലും ഒക്കെ തന്നെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും എള്ള് മരുന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഉപയോഗിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ എള്ളും ശർക്കരയും മാത്രം വറുത്ത് പൊടിച്ച എള്ളിൻ്റെ കൂടെ ശർക്കര ചേർത്ത് മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് രക്തക്കുറവൊക്കെ ഉള്ളവർക്ക്, വിളർച്ചയുണ്ടല്ലോ അതുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. ഇനി അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ വേദനകൾ, ആർത്രറ്റിക് പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിലൊക്കെ ഉപയോഗിക്കാം. വാദസംബന്ധമായ പ്രശ്നങ്ങളെ, വാദത്തിനെ കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് എള്ള്. ക്ഷീണിച്ച ശരീരമൊക്കെ ഉള്ളവരാണ്, ഒട്ടും ആരോഗ്യ പുഷ്ടിയില്ല, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ്, ഓർമ്മശക്തി കുറവാണ്, ശരീരത്തിൽ വേദനകൾ സന്ധിയിൽ കൂടുതലാണ്, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകിൽ നെയ്യ് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വറുത്ത് പൊടിച്ച എള്ള് കഴിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാലിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇനി കരിഞ്ജീരകം കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എള്ള് ചേർത്തിട്ടുള്ള, ഇതിനു മുൻപ് നമ്മൾ ഒരുപാട് ഡിഷസിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്തിനുള്ള ഒരു ലഡു തയ്യാറാക്കുന്ന രീതിയൊക്കെ, അതിലൊക്കെ പ്രധാന ചേരുവയായിട്ട് ചേർത്തിട്ടുള്ളത് ഇതാണ്. അതുപോലെ തന്നെ നമ്മൾ മുൻപ് ഒരു ബയോട്ടിൻ പൗഡർ പറഞ്ഞതിൽ എള്ള് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ പല രീതിയിലുള്ള ഡിഷസ് ആയിട്ടൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കാം കേട്ടോ. ഏതെങ്കിലും രീതിയിലേക്ക് ഉള്ളിലെടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഈ രക്തക്കുറവും അതുപോലെ തന്നെ മെൻസ്ട്രൽ പ്രോബ്ലംസും ഒക്കെ തന്നെ സ്ത്രീകളിൽ എപ്പോഴും കോമൺ ആയിട്ട് കാണുന്നതാണ്. ഇനി കുഞ്ഞുങ്ങൾക്കായാലും തന്നെ വളരെ നല്ലതാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കുക. പിന്നെ ഒരു മാസത്തോളമൊക്കെ തന്നെ തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പെട്ടെന്നുള്ള റിസൾട്ടും കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. വളരെ രസായന ആക്ഷനുള്ള ഒരു ദ്രവ്യമായിട്ടാണ് ആയുർവേദം ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുള്ള എള്ള് എന്നുള്ളത് അത്ര നിസാരമായിട്ടുള്ള ഒന്നല്ല. വളരെ കുഞ്ഞനാണെങ്കിലും ഇത് ഗുണത്തിൽ വളരെ കേമനാണ് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.